നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 30ാമത്തെ എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസിനെയും വാസിനെയും പറ്റിയാണ്. ഈസിൻ്റെയും വാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈസിൻ്റെ എക്സ്പ്ലനേഷനും എക്സാമ്പിൾ സെൻറ്റൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിരുന്നു. സോ ഇന്ന് നമ്മൾ വാസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം വാസിനുള്ള സമയമേ നമുക്കുള്ളൂ. ഈസ് കാണാത്തൊരു തീർച്ചയായിട്ടും കാണണം. ഈസിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി ആവശ്യമുള്ള ഗ്രാമർ സെക്ഷൻ നമ്മളതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സെക്ഷനിൽ വാസ് മാത്രമായിരിക്കും കവർ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. സമയമില്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. വാസ് എന്ന് നമ്മൾ ഈസിനെ മാസിനെ പറ്റി പറഞ്ഞു എന്താണെന്ന്. അതായത് ടു ബി, ആയിരിക്കും എന്നുള്ളതിൻ്റെ ആക്സിലറി വെർബിൻ്റെ 2 ഫോർമേഷനാണ് ഈസും മാസും. അപ്പോൾ തന്നെ ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്, വാസ് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാസിലോട്ട് തന്നെ അങ്ങ് വരാം. വാസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വാസ് യൂസ് ചെയ്യുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനായിരുന്നു നമ്മൾ ഈസ് ഉപയോഗിച്ചിരുന്നത്. ഈസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഇത് നമ്മൾ വാസ് കവർ ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റ് വാസിലോട്ട് പോവാണ്. അപ്പോൾ വാസ് നമ്മൾ ഭൂതകാലത്തിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. വാസ് യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കണം, അതായത് ഏകവചനമായിരിക്കണം. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആരെ പറ്റിയാണോ നമ്മൾ പറയുന്നത് അയാൾ ഒരാൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വസ്തുവോ ആയിരിക്കണം. അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് ഒരാളായിരിക്കണം, സിംഗുലാർ ആയിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ. വാസിനെ പറ്റി നിങ്ങൾ അതിൻ്റെ ഗ്രാമർ സെക്ഷനിൽ ശ്രദ്ധിക്കാൻ സംസാരിക്കുമ്പോൾ. പക്ഷേ ആക്ച്വലി ഗ്രാമർ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ല. എപ്പോഴാണ് നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ. കാരണം എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ പ്രാക്ടീസ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഈ ഏകവചനവും ബഹുവചനവും എവിടെ വാസ് യൂസ് ചെയ്യണം എവിടെ ഈസ് യൂസ് ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പതിയും. സോ അതുകൊണ്ട് ഗ്രാമർ സെക്ഷനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമ്പിൾ സെൻറ്റൻസ്. നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലോട്ട് പോവാം. അതേപോലെ സ്ലൈഡിൽ എഴുതിയേക്കുന്നതിൻ്റെ കൂട്ടം വാസിൻ്റെ കൂടെ നമ്മൾ എന്തോ പറഞ്ഞത് സിംഗുലാർ വരുമ്പോൾ, സബ്ജക്റ്റ് സിംഗുലാർ വരുമ്പോൾ. അപ്പോൾ സബ്ജക്റ്റിൻ്റെ സിംഗുലാർ ഫോമാണ് എഴുതിയേക്കുന്നത്. ഐ, ഷീയെ, ഹീയെ, ഇറ്റ് എന്നിവ വരുമ്പോൾ നമ്മൾ വാസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇത്രയും വേർഡുകൾ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഇതെല്ലാം സിംഗുലറാണ്, ഒരാളും ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത്രയും വരുമ്പോൾ നമ്മൾ വാസാണ് യൂസ് ചെയ്യേണ്ടത് സെൻറ്റൻസിൽ. സോ പേടിക്കരുത്, ജസ്റ്റ് എഴുതിയേക്കുന്നേ ഉള്ളൂ. നമ്മൾ അത് വെച്ചേ നമ്മൾ ഇന്നേ വരെ സംസാരിച്ചിട്ടും ഉള്ളൂ. നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു ഇത് ഹീയും ഷീയും ഇറ്റും അയ്യും ഒക്കെ ആയിരുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കല്ലേ പോയേ. അത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്, അത്രയേ ഉള്ളൂ ഈസും വാസും. സോ പേടിക്കരുത്, ഗ്രാമർ സെക്ഷൻ കണ്ട് വളരെ ഈസിയാണ്. അതേപോലെ വാസിനെ പറ്റി നമുക്ക് എടുക്കേണ്ട ഒന്നാണ് വെയർ. നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്മൾ വെയറിനെ പറ്റി എടുക്കുന്നതാണ്. വെയറിൻ്റെ ചെറിയൊരു ഇത്രയേ ഉള്ളൂ. സിംഗുലാറിന് പകരം പ്ലൂറൽ വരുവാണ്, അതായത് ബഹുവചനങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ വെയറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ കൂട്ട് ഡേ, വി, യു തുടങ്ങിയ ബഹുവചനങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറ്റി സംസാരിക്കാൻ നമ്മൾ വെയറാണ് യൂസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് ഡയറക്റ്റ് വാസിൻ്റെ എക്സാമ്പിളിലോട്ട് പോകാം. അപ്പോൾ വാസ് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് എടുക്കില്ല. നിങ്ങൾ തന്നെ ഓൾറെഡി ഈ വാസ് വെച്ച് സെൻറ്റൻസുകൾ സംസാരിച്ച വ്യക്തികളാണ് ഇപ്പോൾ ഈ എപ്പിസോഡ് കാണുന്നതെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആകില്ല. വാസിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങ് തറവാകും. ജസ്റ്റ് നിങ്ങൾക്ക് പോകാം എക്സാമ്പിൾ സെൻറ്റൻസ് കൂടെ. ഒന്നാമത്തത് ഹി വാസ് അറ്റ് ഹോം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു കൂട്ടുകാരെ എന്നോട് എടാ ഇന്ന ആൾ ഇന്നലെ എവിടായിരുന്നു, അവനെ കണ്ടില്ലല്ലോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അവൻ ഇന്നലെ വീട്ടിലായിരുന്നു എന്ന് പറയുന്നൊരു സെൻറ്റൻസാണിത്. ഹി വാസ് അറ്റ് ഹോം, അവൻ വീട്ടിലായിരുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ വാസ് വന്നുകൊണ്ട് അവൻ വീട്ടിൽ ആയിരുന്നു എന്നുള്ളൊരു ആശയത്തിലോട്ട് വന്നു. അതാണ് വാസിൻ്റെ ഫംഗ്ഷൻ. വാസ് യൂസ് ചെയ്യുന്നത് ഹി വാസ് അറ്റ് ഹോം എന്നതിനെ അവനെ വീട്ടിലായിരുന്നു എന്നുള്ള ആശയത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു വാസ് വന്നത്. ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വാസിനുള്ളത്. ഹി വാസ് അറ്റ് ഹോം, വീട്ടിലായിരുന്നു എന്നൊരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ വാസ് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു, അതിൻ്റെ ആശയം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഹി വാസ് അറ്റ് ഹോം, വീട്ടിലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ എൻ്റെ കൂട്ടുകാരൻ ചോദിക്കും, നീ മുന്നേ എന്നായിരുന്നു ചെയ്തിരുന്നത്, എന്തുമായിരുന്നു ചെയ്തിരുന്നത് എന്നോട് ചോദിക്കുക. അപ്പം ഞാൻ പറയുക ഞാൻ ടീച്ചറായിരുന്നു എന്ന് ഞാൻ അവന് മറുപടി കൊടുത്തു. അതാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഐ വാസ് എ ടീച്ചർ. ഞാൻ ടീച്ചറായിരുന്നു എന്നുള്ള സിമ്പിൾ സെൻറ്റൻസ് ആയിരുന്നു. അതിൽ ആയിരുന്നു എന്ന ആശയത്തിനാണ് നമ്മൾ വാസ് കൊടുത്തിരിക്കുന്നത്. ഐ വാസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചറായിരുന്നു എന്ന് ഞാൻ പറയുന്ന ഒരു മറുപടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ വാസ് എ ടീച്ചർ. അപ്പോൾ ആയിരുന്നു എന്നുള്ള ആശയത്തിലോട്ട് വരാൻ നമ്മൾ വാസ് ചേർത്തു. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വാസിൻ്റെ ഫംഗ്ഷനെ. പിന്നെയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ആ കൂട്ടുകാരന് ഒരു ബുക്ക് കടം മേടിച്ചായിരുന്നു, ബുക്ക് വായിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ആ ബുക്ക് അവന് തിരിച്ചു കൊടുത്തിട്ട് പറയുക ദ ബുക്ക് വാസ് ഇൻട്രസ്റ്റിങ്. ആ ബുക്ക്
എനിക്ക് അവൻ്റെ ബുക്ക് ഞാൻ മേടിച്ചു, ഓൾറെഡി എൻ്റെ ഇരിക്കുക. അപ്പോൾ ഞാനത് വായിച്ചു. അപ്പോൾ വായിച്ചിട്ട് ഞാൻ എന്നോട് അഭിപ്രായം പറയുക, ദ ബുക്ക് വാസ് ഇൻട്രസ്റ്റിംഗ്, ആ ബുക്ക് നീ തന്ന ബുക്കില്ല അത് സൂപ്പറായിരുന്നു, നല്ലതായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുക. ദ ബുക്ക് വാസ് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ നല്ല രസമുള്ള, വായിക്കാൻ നല്ല സുഖമുള്ള ബുക്ക് എന്നാണ് എൻ്റെ അർത്ഥം. ഇൻട്രസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ബുക്ക് വാസ് ഇൻട്രസ്റ്റിംഗ് എന്നാണ് അടുത്ത എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. ദ ബുക്ക് വാസ് ഇൻട്രസ്റ്റിംഗ് എന്ന്. അപ്പോൾ നല്ല രസമായിരുന്നു എന്നുള്ള ആശയത്തിന് അവിടെ പിന്നെയും വാസ് യൂസ് ചെയ്ത്. അതേപോലെ തന്നെ ഈ വാസിനെ നമ്മൾ ആദ്യം എടുത്ത് ഉപയോഗിച്ചാൽ, ഇതേ സെൻറ്റൻസ് നമ്മൾ ആദ്യം എടുത്ത് ഉപയോഗിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആകും. എങ്ങനെയായിരുന്നു? ഇങ്ങനെ ആശയമുള്ളൊരു ക്വസ്റ്റ്യൻ ആകും. ഈ ബുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ, വായിച്ചിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ചു, ആ ബുക്ക് എനിക്ക് തന്നിട്ട് പറയുക, നീ വായിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ, ആണോ എന്നൊരാശയം വരും. എപ്പോഴാണ് ആ വാസിനെ ആദ്യം ചേർത്തത്? അതാണ് എഴുതിയേക്കുന്നത്. വാസ് ദ ബുക്ക് ഇൻട്രസ്റ്റിംഗ്, ആ ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വായിക്കാൻ നല്ല രസമുള്ള ബുക്കായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വാസ് ദ ബുക്ക് ഇൻട്രസ്റ്റിംഗ്, ആ ബുക്ക് വായിക്കാൻ ഇൻട്രസ്റ്റിംഗ് ഉള്ളതായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സെയിം അടുത്ത അതേ ആശയം വരുന്ന ഒരു വേർഡാണ് എഴുതിയേക്കുന്നത്. വാസ് ദ മൂവി ഗുഡ്, അത് ഞാൻ ഒരു സിനിമയെ കണ്ട് ഇറങ്ങി വരിക, അപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് നിന്ന് പറയുക, നീ കണ്ടിട്ട് സിനിമ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ എന്ന ആശയമാണ് അതിനുള്ളത്. വാസ് ദ മൂവി ഗുഡ്, മൂവി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വാസ് ദ മൂവി ഗുഡ്, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ എന്നുള്ള ആശയമാണ്. സോ ഇതേപോലെ ഒന്ന് സംസാരിക്കണമെന്ന് നമ്മളൊരു ഫോർമാറ്റി സംസാരിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണം ഇംഗ്ലീഷ് സംസാരിക്കുക. ഇപ്പം നമ്മൾ ഈ എക്സാമ്പിൾസ് തരുന്നത് ഈ വാസിനെ പറ്റിയുള്ള ആശയം നിങ്ങൾക്ക് പിടികിട്ടാൻ, നിങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇതേ ഫോർമാറ്റ് സംസാരിക്കണമെന്ന് നോ പ്രോബ്ലം, നിങ്ങളുടെ ഇഷ്ടമുള്ള ശൈലി വേണം സംസാരിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഗ്രാമർ ആലോചിച്ച് നമ്മൾ ബേഡ് ബൈ ബേഡായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കരുത്. നാച്ചുറലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. വാസിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിൽ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇനിയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ തുടർന്നും കോൺവെർസേഷൻ ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് എടുക്കുക വാസ് എന്നുള്ള കൺസെപ്റ്റിനെ, വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഞാനൊരു പരിപാടിക്ക് പോയില്ല. അപ്പം പുള്ളി ചോദിച്ചു, നീ ഇന്നലെ വൈകുന്നേരം എന്തുവായിരുന്നു പരിപാടി? അപ്പം ഞാൻ പറയുക, ഐ വാസ് വാഷിംഗ് ദ കാർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വാസ് വാഷിംഗ് ദ കാർ യെസ്റ്റർഡേ, ഞാൻ കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞേ എന്നുള്ളൊരു ആശയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാസിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് അപ്പോൾ പിന്നെയും ചോദിക്കുക, പിന്നെ ഞാൻ അവനോട് ചോദിക്കുക, നീ എന്താ ഇന്നലെ വരാഞ്ഞേ? അപ്പോൾ പുള്ളി പറയുക, ഐ വാസ് സിക്ക് ലാസ്റ്റ് നൈറ്റ്, എനിക്ക് ഇന്നലെ രാത്രി പനി പിടിച്ചു. ഐ വാസ് സിക്ക് ഇൻ ലാസ്റ്റ് നൈറ്റ്, എനിക്ക് ഇന്നലെ പനി പിടിച്ചു. അതാണ് എഴുതിയിരിക്കുന്നത്, ഐ വാസ് സിക്ക് ലാസ്റ്റ്, ഇന്നലെ രാത്രി എനിക്ക് പനിയായിരുന്നു എന്നാണ് അടുത്ത സെൻറ്റൻസിൻ്റെ അർത്ഥം. ഐ വാസ് സിക്ക് ലാസ്റ്റ് നൈറ്റ്. ഇനി കുറച്ച് 3 ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കോൺവെർസേഷനിൽ നിന്ന് എടുത്താണ്, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. ഒന്ന്, ഇറ്റ് വാസ് ഇൻ സോ ബാഡ്, നമ്മൾ പറയത്തില്ല അതത്ര മോശമായിരുന്നില്ല എന്ന്. സെയിം ആശയമാണ്. ഇറ്റ് വാസ് ഇൻ സോ ബാഡ്. ഇറ്റ് വാസിൻ്റെ എന്ന് വെച്ചാൽ വാസിൻ്റെ കൂടെ വന്നുകൊണ്ടാണ് എടുത്തത് കേട്ടോ. വാസിൻ്റെ വാസ് നോട്ട് എന്നാണ്. അതത്ര മോശമായിരുന്നില്ല എന്നൊരു എക്സ്പ്രഷനാണ്. ഇറ്റ് വാസ് ഇൻ സോ ബാഡ്, അതത്ര മോശമല്ലായിരുന്നു എന്നാണ് അതിൻ്റെ ഇറ്റ് വാസ് ഇൻ ആയിരുന്നില്ല. വാസ് നോട്ടാണ്, നമ്മൾ ചുരുക്കി വാസിൻ്റെ എന്ന് വേണം പറയാൻ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് വാസ് ഇൻ സോ ബാഡ്, അതത്ര മോശമായിരുന്നില്ല എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. നല്ല ഇൻട്രസ്റ്റിംഗ് സെൻറ്റൻസാണ്, നോക്കി വെച്ചിരിക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നമ്മുടെ നാവിലേക്ക് അറിയാതെ വരും, നിങ്ങളിത് റിവൈസ് ചെയ്ത് വെച്ചിരുന്നാൽ. ഇൻട്രസ്റ്റിംഗ് വേർഡുകളാണ്. അടുത്തത്, ദാറ്റ് വാസ് ഗുഡ്, വാസിൻ്റെ ഒരു സെൻറ്റൻസാണ്. നമ്മൾ പറയത്തില്ലേ അത് നല്ലതായിരുന്നു, ഇന്ന പരിപാടി നല്ലതായിരുന്നു അല്ലേ? നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. സെയിം മീനിങ് ആണ്. ദാറ്റ് വാസ് ഇൻ ഗുഡ്, വാസിൻ്റെ അല്ലേ, അത് നല്ല പരിപാടിയായിരുന്നു അല്ലേ? നമ്മളിങ്ങനെ പറയത്തില്ല സെയിം, ദാറ്റ് വാസ് ഇൻ ഗുഡ്, വാസിൻ്റെ ഇറ്റ്, സെയിം മീനിങ്, സെയിം എക്സ്പ്രഷൻ, സെയിം ആശയം തന്നെയാണ് ഇവിടെ ഉള്ളത്. ദാറ്റ് വാസ് ഗുഡ്, വാസിൻ്റെ ഇറ്റ് ആയിരുന്നില്ലേ? അല്ലേ എന്നാണ് ഇവിടെ വാസിൻ്റെ കൊണ്ട് ഉപയോഗിക്കുന്നില്ല. അല്ലേ നമ്മൾ പറയത്തില്ല, അവസാനം അത് നല്ല പരിപാടിയായിരുന്നു അല്ലേ, അതിനാണ് വാസിൻ്റെ ഇറ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. അല്ലേ, നല്ല പരിപാടി ആയിരുന്നില്ല എന്നല്ല ഇവിടെ വാസിൻ്റെ കൊണ്ട് ഉപയോഗിക്കുന്നത്. അല്ലേ എന്നുള്ള ഒറ്റ ആശയത്തിനാണ് വാസിൻ്റെ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ല അത് നല്ല പരിപാടി ആയിരുന്നില്ലെന്നല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ദാറ്റ് വാസ് ഗുഡ് എന്ന്, അത് നല്ലതായിരുന്നു. വാസിൻ്റെ ഇറ്റ് ആയിരുന്നില്ലേ എന്ന് അല്ലേ എന്നുള്ള ഒരു ആശയത്തിനാണ് വാസിൻ്റെ ഇറ്റ് നമ്മൾ ചേർത്തേക്കുന്നത്. അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളാണ്, ജസ്റ്റ് ഈ സെൻറ്റൻസുകൾ കാണാതെ പഠിച്ച് വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ കാണാതെ പഠിച്ച് വെച്ചിരിക്കുക, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വായി വരും. റിവൈസ് ചെയ്യുക, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സംസാരിക്കാൻ പറ്റും. അടുത്തത്, നമ്മൾ ഇത് കോൺവെർസേഷൻ്റെ എടുത്തതാണ്. ദാറ്റ് വാസ് ഇൻ എൻറ്റയർലി ട്രൂ, അത് മൊത്തം സത്യമായിരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും, അത് മൊത്തം സത്യമായിരുന്നില്ല എന്ന് നിങ്ങൾ പറയത്തില്ല. സെയിം വേർഡ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നത് ശരി ഓക്കെ എന്നുള്ള ഒരു മീനിങ് ഇല്ല. ആ ഒരു എക്സ്പ്രഷനാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്നിട്ട് നമ്മളൊരു ഓക്കെ മൂളത്തില്ല. അതുകൊണ്ടാണ് ആ മൂളുന്ന ഇംഗ്ലീഷുകാർ മൂളുന്ന നമ്മുടെ ആംഗ്യ ഭാഷകൾ ഇംഗ്ലീഷുകാർക്ക് കുറവാണ്. ശ്രദ്ധിച്ചാൽ മതി, നേറ്റീവ് സ്പീക്കേഴ്സിന് ആംഗ്യ ഭാഷകൾ കുറവാണ്. മലയാളികൾ, നമ്മൾ ഇന്ത്യൻസാണ് കൂടുതൽ തലയാട്ടുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവർ ഡയറക്റ്റ് വേർഡാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ്, നമ്മൾ തലയാട്ടുന്ന ഒരു എക്സ്പ്രഷനാണത് വെല്ലെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽ ദാറ്റ് വാസ് ഇൻ എൻറ്റയർലി ടു, അത് മൊത്തം സത്യമായിരുന്നില്ല അല്ലേ, ദാറ്റ് വാസ് ഇൻ എൻറ്റയർലി ടു, അത് മൊത്തം സത്യമല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് വാസ് ഇൻ ആയിരുന്നില്ല, വാസ് ഇൻ, വാസ് നോട്ടാണ് വാസ് ഇൻ എൻറ്റയർലി ട്രൂ, എൻറ്റയർലി മൊത്തം അത് സത്യമല്ലെന്നാണ്. ട്രൂ എന്ന് വെച്ചാൽ സത്യം. ദാറ്റ് വാസ് ഇൻ എൻറ്റയർലി ട്രൂ, അത് മൊത്തം സത്യമല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആശയങ്ങൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ട് എക്സാമ്പിളൂടെ പറയാം, കുറച്ചുകൂടെ ഒന്ന് ആശയത്തിലോട്ട് വരാൻ വേണ്ടി. ഇപ്പോൾ ഐ വാസ്, പിന്നെ അതേപോലെ നമ്മുടെ പേരൻറ്റ് വന്ന് എന്നോട് ചോദിക്കുക നീ ഇന്നലെ എവിടെ ആയിരുന്നു, തിരിച്ച് ഞാൻ പിന്നെ റീപ്ലൈ പറയുക ഐ വാസ് വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയണം. ഐ വാസ് വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു ഇന്നലെ, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു എന്നാണ് ആ എക്സാമ്പിൾ സെൻറ്റൻസ് കൂടി. നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോ പ്രോബ്ലം. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, വാസിൻ്റെ ആശയം. അതേപോലെ ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും ഐ വാസ് സ്ട്രീമിങ് ഓൺ യൂട്യൂബ്, ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ വാസ് സ്ട്രീമിങ് ഓൺ യൂട്യൂബ്, ഞാൻ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അടുത്ത സെൻറ്റൻസിൻ്റെ അർത്ഥം. അടുത്ത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഇത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ മിസ്റ്റേക്ക് ആയി പോകും. അപ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ അതെന്തായിരുന്നു നമ്മൾ പറയാറില്ലേ, ആ സെയിം ഇതാണ് വാട്ട് വാസ് ഇറ്റ്, ആ എക്സ്പ്രഷനാണ് അത്. വാട്ട് വാസ് അതെന്തായിരുന്നുള്ള എക്സ്പ്രഷനാണ് വാട്ട് വാസ് ഇറ്റ്, അതെന്തായിരുന്നു, സെയിം അർത്ഥമാണ്. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഒരു എക്സാമ്പിളാണ് ഹൂ വാസ് ദാറ്റ് ഗൈ. നമ്മൾ ചോദിക്കില്ല നിൻ്റെ കൂടെ ഇന്ന പയ്യൻ ആരായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കത്തില്ല അത് ആരായിരുന്നു നിൻ്റെ കൂടെ ഇന്ന്, ആ എക്സ്പ്രഷനാണ് ഹൂ വാസ് ദാറ്റ് ഗൈ, നിൻ്റെ കൂടെ മുമ്പ് ഇരുന്ന പയ്യൻ ആരായിരുന്നു. ഇപ്പോൾ വാസ് കൊണ്ട് ഉദ്ദേശം കണ്ടോ, മുമ്പേ നടന്ന കാര്യമാണ്, അത് ആരായിരുന്നു എന്നൊരു ആശയം വരാനാണ്. നേരത്തെ നമ്മുടെ കൂടെ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞതാണ്, അപ്പോൾ അത് ആരായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഇവിടെ വാസ് കൊണ്ട് വരുന്നത്. നിൻ്റെ കൂടെ മുമ്പേ കണ്ട പയ്യൻ ആരായിരുന്നു, ഹൂ വാസ് ദാറ്റ് ഗൈ. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത്രയും സെൻറ്റൻസുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടെ ഉണ്ട്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് വാസിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയുമേ ഉള്ളൂ. വാസ് കൂടുതലൊന്നും ചിന്തിക്കരുത്. വാസ് വളരെ സിമ്പിളാണ്. ആയിരുന്നു, ആയിരുന്നില്ല, ഞാൻ എന്നുള്ള ആശയമാണ് വാസ് കൊണ്ടുള്ളത്. സോ അത്രയേ ഉള്ളൂ വാസ്, കൂടുതലായിട്ട് ചിന്തിക്കേണ്ട. അതേപോലെ സബ്ജക്റ്റ് സിംഗുലർ വരുമ്പോഴാണ് വാസ് യൂസ് ചെയ്യുന്നത്. പേടിക്കരുത്, ഞാൻ പറഞ്ഞത് കേട്ട്. നമ്മൾ ഇത്രയും നേരം പഠിച്ചപ്പോഴും നമ്മൾ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല സബ്ജക്റ്റ് സിംഗുലറാണെന്ന്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളത് പഠിച്ചത് സിംഗുലറിൽ വെച്ചാണ് പഠിച്ചത്. സോ അതേപോലെ ആയിരിക്കണം നമ്മൾ ഇനിയും പഠിച്ചു പോകേണ്ടത്. നമ്മൾ ഇംഗ്ലീഷ് നാച്ചുറലായിട്ട് വരണം. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നവർ, സ്കൂളിൽ പോകാത്തവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അവർ സിംഗുലറും പ്ലൂറലും കണ്ടറിഞ്ഞല്ല സംസാരിക്കുന്നത്. അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഈ സിംഗുലറും പ്ലൂറലിൻ്റെ ഇടയ്ക്കെല്ലാം ഗ്രാമറും ചേർത്ത് തന്നെ അവർ പറയുന്നത്. പക്ഷേ അവരങ്ങനെ പഠിച്ചു നാച്ചുറലും റിസർച്ചിങ്ങിലും കൂടെ ആശയപരമായിട്ട് ഇംഗ്ലീഷിനെ മനസ്സിലാക്കിയെടുക്കുക. സോ അങ്ങനെ പഠിക്കുക, അങ്ങനെ സംസാരിക്കുക, നാച്ചുറലായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കുക, ഫോർമാറ്റിൽ സംസാരിക്കുക. നിങ്ങൾക്കൊരു ഇംഗ്ലീഷുണ്ട്, നിങ്ങൾക്കൊരു കഴിവുണ്ട്, അങ്ങനെ സംസാരിക്കുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറെ ആയിരിക്കും സംസാരിക്കുന്നത്, വേറിനെ പറ്റിയായിരിക്കും. ഇതേപോലെ വേറിനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ അതുവരേക്കും ബൈ.